എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡെറ്റോൾ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഡെറ്റോൾ മിക്കവാറും തന്നെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ്. നമ്മൾ പലപ്പോഴും ഡെറ്റോൾ ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഡെറ്റോൾ കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കുന്ന ഒന്നാണ് ഡെറ്റോൾ. അപ്പോൾ ഈ ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാനിവിടെ 2 തരത്തിലുള്ള ഡെറ്റോൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ സാധാരണ ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ആദ്യം തന്നെ നോക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് സവാള മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കാതെ അരക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ നീര് നമ്മളൊന്ന് അരിച്ചെടുക്കണം. അപ്പം നമുക്ക് സവാളയുടെ നീരും ഡെറ്റോളും ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് പല്ലികൾ. ഈ പല്ലികളെ ഓടിക്കാനുള്ള ഒരു മരുന്നാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട 2 സാധനങ്ങളാണ് ഡെറ്റോളും അതുപോലെ തന്നെ സവാളയുടെ നീരും. അപ്പം സവാളയുടെ നീരെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡെറ്റോൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സവാളയുടെ നീര് മാത്രം ഉണ്ടെങ്കിൽ കാര്യമില്ല. അപ്പോൾ കുറച്ച് ഡെറ്റോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഡെറ്റോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ ബ്രൗൺ കളറിലുള്ള ആൻറ്റിസെപ്റ്റിക് ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള ഇത്. അതായത് നമ്മുടെ പല്ലീനെ ഓടിക്കാനായിട്ട് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ളത് ഈ ആൻറ്റിസെപ്റ്റിക് ലിക്വിഡാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പല്ലീനെ ഓടിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് സിട്രിക് ആസിഡും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ സിട്രിക് ആസിഡ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് സിട്രിക് ആസിഡ്. അതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് അതും നമുക്ക് പല്ലീനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് സിട്രിക് ആസിഡാണ്. അപ്പോൾ സിട്രിക് ആസിഡ് മിക്കവാറും തന്നെ വീടുകളിൽ ഉണ്ടാവില്ല. പല വീടുകളിലും ഇല്ലാത്തൊരു സാധനമാണ് സിട്രിക് ആസിഡ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പല്ലീനെ ഓടിക്കാൻ ഒരു മരുന്നൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഡെറ്റോളും അതുപോലെ സവാളയുടെ നീരും കുറച്ച് നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ പല്ലി കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങളിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം പല്ലി ആ ഭാഗത്തുനിന്ന് പോയിക്കോളും. അപ്പോൾ നമ്മളിത് 2 ദിവസം കൂടുമ്പോൾ ചെയ്യണം. ഇന്ന് വെച്ചു, പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെന്ന് നോക്കുകയാണെങ്കിൽ പല്ലി വീണ്ടും വരും. ഇതിൻ്റെ ആ ഒരു മണം നിലനിൽക്കുന്ന ആ ഒരു ടൈം വരെ നമുക്ക് പല്ലീനെ ഓടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മൾ മിക്കവാറും തന്നെ അടുക്കളയിലൊക്കെ സവാള എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് അതിൻ്റെ നീരെടുത്ത് വെക്കുകയാണെങ്കിൽ അടുക്കളയിലെ പല്ലി ശല്യമൊക്കെ നമുക്ക് എപ്പോഴും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതല്ല, വീടിൻ്റെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഒരുപാട് പല്ലികളുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പല്ലികൾ പോവും. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു മണം നിലനിൽക്കുന്ന ആ ഒരു സമയം വരെ മാത്രമേ പല്ലിയുടെ ശല്യം ഇല്ലാതിരിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. അല്ല, മണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലികൾ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ പല്ലീനെ നമുക്ക് പെട്ടെന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ്. ഇനിയും നമുക്ക് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡെറ്റോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഡെറ്റോൾ ചേർത്ത് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ദുർഗന്ധം അതുപോലുള്ള അണുക്കൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും. അതുപോലെ പുരുഷന്മാരൊക്കെ ഷേവ് ചെയ്ത ശേഷം ഡെറ്റോൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം കഴുകുകയാണെങ്കിൽ എന്തെങ്കിലും സെപ്റ്റിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുന്നതാണ്. അപ്പോൾ ഡെറ്റോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഡെറ്റോൾ കൊണ്ടുള്ള മറ്റുപയോഗങ്ങൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡെറ്റോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. നമ്മുടെ ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് അല്ല, രണ്ടും രണ്ടാണ്. അപ്പോൾ ആദ്യം കാണിച്ച ആ ബ്രൗൺ കളറിലുള്ള ലിക്വിഡ് നമുക്ക് കൂടുതലായിട്ട് മരുന്നുകൾ പോലെ, അതായത് നമ്മുടെ കയ്യിലും കാലിലൊക്കെ മുറിവുകളൊക്കെ പറ്റുമ്പോൾ ആ മുറിവുകളൊക്കെ കഴുകിക്കളയാനായിട്ട് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ബ്ലൂ കളറിൽ അല്ലെങ്കിൽ പച്ച കളറിലൊക്കെ കിട്ടുന്ന സാധാരണ ഡിസിൻഫെക്റ്റൻ്റ് ഡെറ്റോളാണെങ്കിൽ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡെറ്റോൾ, അതായത് ഡിസിൻഫെക്റ്റൻ്റ് ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ പലപ്പോഴും സിങ്കിൽ എന്തെങ്കിലും
പൊട്ട സ്മെല്ലൊക്കെ വരാറുണ്ട്. നമ്മൾ എത്ര കഴുകിയിട്ടും പോകുന്നില്ല, അല്ലെങ്കിൽ എന്ത് ലിക്വിഡൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടും സിങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുർഗന്ധം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സിങ്കിലേക്ക് നമുക്ക് ഈ ഡെറ്റോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ദുർഗന്ധമൊക്കെ പൊക്കോളും. അതുപോലെ സിങ്കിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഓടിക്കാനായിട്ടും നമുക്ക് ഈ ഡെറ്റോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡെറ്റോൾ കുറച്ച് എടുത്ത് നമ്മുടെ ആ സിങ്കിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഡൈലൂട്ട് ചെയ്യേണ്ട, സിങ്കിൽ ഒഴിക്കുമ്പോൾ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം വെള്ളമൊന്നും ഒഴിക്കാതെ ആ സിങ്ക് അങ്ങനെ തന്നെ നിലനിർത്തുക. അപ്പോൾ ആ ഡെറ്റോളിൻ്റെ സ്മെല്ല് കാരണം അതിലുള്ള അണുക്കളൊക്കെ നശിച്ചു പോവും. അതുമാത്രമല്ല, പ്രാണികളൊക്കെ വരാനുള്ള ചാൻസും വളരെയധികം കുറയുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡെറ്റോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ വീട് തറയൊക്കെ തുടയ്ക്കുമ്പോൾ തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഡെറ്റോളും കൂടെ മിക്സ് ചെയ്ത ശേഷം തറ തുടയ്ക്കുകയാണെങ്കിൽ തറയിലുള്ള അണുക്കളൊക്കെ നശിച്ചു പോവും. മാത്രമല്ല നമ്മുടെ തറയ്ക്ക് നല്ലൊരു ഫ്രഷ്നെസ് സ്മെല്ല് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം കാണിച്ച ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് ഉപയോഗിച്ചാണ് നമ്മൾ തറ തുടയ്ക്കുന്നതെങ്കിൽ വേറൊരു സ്മെല്ലായിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഡെറ്റോളിൻ്റെ ഒരു സ്മെല്ല് തോന്നാറുണ്ട്. അങ്ങനത്തെ ഒരു സ്മെല്ലായിരിക്കും. അതേസമയം നമ്മൾ ഡിസ്ഇൻഫെക്റ്റൻ്റ് ലിക്വിഡ് ഉപയോഗിച്ചാണ് തുടയ്ക്കുന്നതെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും. മെൻതോളിൻ്റെയൊക്കെ ഒരു നല്ല ഫ്രഷ്നെസ് ഉള്ളൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ തുണികൾ അണുവിമുക്തമാക്കാനായിട്ട് നമുക്ക് ഡെറ്റോൾ ഉപയോഗിക്കാം. അപ്പം നമ്മൾ തുണിയൊക്കെ കഴുകി സോപ്പൊക്കെ ഇട്ട് കഴുകിയ ശേഷം ഡെറ്റോൾ ചേർത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുന്നത് വഴി അതിലുള്ള അണുക്കളൊക്കെ നശിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ വാഷിംഗ് മെഷീനിലാണ് തുണി കഴുകുന്നതെങ്കിൽ ഏറ്റവും അവസാനം കുറച്ച് ഡെറ്റോളും കൂടി ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള അണുക്കളൊക്കെ പോയിക്കിട്ടും. ഇപ്പോൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അവസാനത്തെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുന്ന ആ ഒരു ടൈമിൽ ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കുക. അതല്ല ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ലാസ്റ്റ് റിൻ സൈക്കിളിൽ നമുക്ക് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ അതിലുള്ള അണുക്കളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡെറ്റോൾ ഉപയോഗിച്ച് അണുക്കളെ ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ പുറത്തുള്ള ഹാൻഡ് റെയിൽ, അതുപോലെ കൈപ്പിടികളൊക്കെ പലപ്പോഴും പലരും വന്ന് പിടിച്ച് അതിലൊക്കെ അണുക്കളൊക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതുപോലുള്ള കൈപ്പിടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ഡെറ്റോൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള അണുക്കളൊക്കെ നശിച്ച് അണുവിമുക്തമാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കൊറോണ കാലത്തൊക്കെ നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അണുക്കളൊന്നും നമ്മുടെ വീട്ടിലധികം നിലനിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതിനൊക്കെയായിട്ട് ഡെറ്റോളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഡെറ്റോൾ ഉപയോഗിച്ച് നമുക്ക് ബാത്റൂമുകളും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബാത്റൂം ക്ലീനിങ്ങിന് നമുക്ക് ഡെറ്റോൾ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ബാത്റൂമിൻ്റെ ഫ്ലോറുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ആ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഡെറ്റോളും കൂടി മിക്സ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ബാത്റൂമിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ ബാത്റൂം ക്ലീനറുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഫ്ലോറിലുള്ള അണുക്കളൊക്കെ നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ 2 തരത്തിലുള്ള ഡെറ്റോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടിൻ്റെയും പർപ്പസ് മിക്കവാറും തന്നെ രണ്ടാണ്. അപ്പം ഒരെണ്ണം പക്ക നമ്മുടെ മുറിവുകൾ ഉണക്കാനായിട്ട് അതുപോലെ അണുക്കളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അത് നമുക്ക് കൂടുതലായിട്ട് ആ ഒരു കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുക. അതേസമയം നമ്മൾ ഡിസ്ഇൻഫെക്റ്റൻ്റ് ലിക്വിഡ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് തുണികൾ അണുവിമുക്തമാക്കാനായിട്ട് അതുപോലെ തന്നെ തറ തുടയ്ക്കാനായിട്ട് അതുപോലുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിക്കവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ സിത്താര എൻ്റെ അടുത്ത് പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ മാർക്കറ്റിൽ 2 തരത്തിലുള്ള ഡെറ്റോൾ കിട്ടുന്നുണ്ട്, അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ സിത്താരയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.